ഹായ് ഫ്രണ്ട്സ്, പ്രേമകർഷി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ദുബായ് ഗ്ലോബൽ വില്ലേജിനെ കുറിച്ചിട്ടാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ദുബായ് ഗ്ലോബൽ വില്ലേജിൻ്റെ പ്രവേശന കവാടമാണ്. വീഡിയോയിലേക്ക് കടക്കാം. ടിക്കറ്റ് എടുത്തത് ഓൺലൈൻ വഴിയാണ്. 30 ദിർഹമാണ് ടിക്കറ്റിൻ്റെ ചാർജ്. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ഫ്രീ ആണ്. 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഫ്രീ ആണ്. ബാഗൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കടന്നു. ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു ടീ സ്റ്റാളുകളാണ് കാണുന്നത്. നടക്കാൻ കുറേ സ്ഥലമുള്ളത് കൊണ്ട് ആളുകൾ ഇവിടെ നിന്ന് തന്നെ ചായ കുടിച്ചതിന് ശേഷമാണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങളും ഇവിടുത്തെ ടീ സ്റ്റാളിൽ കയറി ടീ കുടിച്ചതിന് ശേഷമാണ് നടത്തം ആരംഭിച്ചത്. ഗ്ലോബൽ വില്ലേജിൽ ധാരാളം ഫോട്ടോകളൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്റ്റാച്ചുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം നമ്മൾ കാണുന്നത് കുതിരകളെയാണ്. കുതിരകളിൽ അവിടെ നിന്ന് ആളുകൾ വീഡിയോ എടുക്കുന്നുണ്ട്, ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കുതിരകളെ കാണാൻ. ഞങ്ങളിവിടെ വന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും അവിടെ ഒരു വെടിക്കെട്ട്, അത് നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, അവരുടേതായ രീതിയിലൊരു വെടിക്കെട്ട് അവിടെ നടത്തിക്കൊണ്ടിരുന്നു. പിന്നെ ഒരു ബോക്സ് ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയുടെ ടാക്കീസ്, പഴയകാല സിനിമ ടാക്കീസ് പോലെ ആളുകൾ പൈസയൊക്കെ കൊടുത്ത് സിനിമ കാണാൻ പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പവലിയനുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ പവലിയനിൽ കയറണം എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ പവലിയൻ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ മുമ്പിലേക്ക് നടക്കുകയാണ്. അവിടെ ധാരാളം ആളുകൾ എന്താണെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഡാൻസ് നടക്കുകയാണ്. അത് ഫ്രീ ആണ്. എല്ലാവരും ആർക്ക് വേണമെങ്കിലും കാണാം. ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി, ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട. ഒരുവിധം എല്ലാവരും ആ ഡാൻസിൻ്റെ പ്രോഗ്രാം നോക്കി കാണുന്നുണ്ടായിരുന്നു. ജപ്പാൻ്റെ പവലിയനിലൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. ജപ്പാൻ്റെ പവലിയനിൽ കയറി നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവിടെ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഡാൻസും പാട്ടും കാണാനും കേൾക്കാനും നല്ല രസമുണ്ടായിരുന്നു. അവരുടെ ഡ്രസ്സും അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ കയറിയ ഒരു പവലിയൻ എന്ന് പറയുന്നത് ഏഷ്യ ആയിരുന്നു. ജപ്പാൻ്റെ തൊട്ടടുത്താണ് ഏഷ്യ ഉണ്ടായിരുന്നത്. ഏഷ്യ നന്നായി അലങ്കരിച്ച ഒരു പവലിയനായിരുന്നു. ഡാഡി മമ്മിയൊക്കെ നടന്ന് വയ്യാണ്ടായിട്ടാണ്. എന്നിരുന്നാലും ഡാഡി മമ്മി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ദുബായിൽ വന്നിട്ട് ഗ്ലോബൽ വില്ലേജ് കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊരു മോശമാണല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ സമയമില്ലാണ്ടും ഞങ്ങൾ ഗ്ലോബൽ വില്ലേജ് കാണാൻ വന്നത്. എല്ലാ പവലിയനിലും കയറിയതൊന്നും ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ല. നല്ല തിരക്കും ഉണ്ടായിരുന്നു, പിന്നെ സമയം കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങി അങ്ങനെയൊക്കെ ചെയ്തിങ്ങോട്ട് പോകുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ പവലിയൻ ഉണ്ടായിരുന്നു. പവലിയനിൽ കയറി സാധനങ്ങളൊക്കെ വാങ്ങി ഈജിപ്ത്, ബഹ്റിൻ, യമൻ എന്നിവിടങ്ങളിലും ഞങ്ങൾ കയറി യമനിൽ നിന്ന് തേൻ വാങ്ങി. ഗ്ലോബൽ വില്ലേജിന് ഒരു പ്രത്യേകത, ഒരുമാതിരിപ്പെട്ട എല്ലാ പവലിയനിലും വരുന്ന രാജ്യങ്ങളുടെ ആളുകൾക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം അവിടെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളങ്ങനെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ ഓർഡർ കൊടുത്ത് ഞങ്ങൾ അപ്സ്റ്റേറിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ മ്യൂസിക്കൽ ഫൗണ്ടേഷൻ ആരംഭിക്കുന്നത്. നേരെ കാണുന്നതാണ് ഇതിലും ഭംഗി. വീഡിയോയിൽ കാണുമ്പോൾ അത്ര അങ്ങോട്ട് തോന്നണില്ല. പിന്നെ മ്യൂസിക് ഞാൻ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇത് നമ്മൾ നേരെ കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. ആളുകളൊക്കെ ഇത് കാണാൻ വേണ്ടി തടിച്ചുകൂടി അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ മുകളിലായതുകൊണ്ട് നല്ല രീതിയിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഗ്ലോബൽ വില്ലേജിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടുത്തെ തിരക്കെല്ലാം കുറഞ്ഞു. രാത്രി ഗ്ലോബൽ വില്ലേജ് അടിക്കുന്ന സമയമായി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കുഞ്ഞു ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.